മൂല്യങ്ങൾ സനാതനവും സാർവലൗകികവുമാണോ? അത് ചോദിക്കാൻ കാരണം ഇപ്പോൾ ഭാരതീയ മൂല്യങ്ങൾ പലപ്പോഴും പാശ്ചാത്യ സംസ്കാരങ്ങളിലെ മൂല്യങ്ങളിൽ നിന്നും വിഭിന്നമാണ്. പിന്നെ നാം പൊതുവെ പറയാറുണ്ട് ഇന്നത്തെ ശരി നാളത്തെ തെറ്റ്, അല്ലെങ്കിൽ ഇന്നത്തെ തെറ്റ് നാളത്തെ ശരി. ഇത് കാലത്തിനനുസരിച്ച്, ദേശത്തിനനുസരിച്ച്, സമൂഹത്തിനനുസരിച്ച് തെറ്റും ശരിയും മാറുന്നു, അല്ലെങ്കിൽ മാറ്റി നിർവചിക്കപ്പെടുന്നു. അപ്പോൾ സനാതനമായിട്ടുള്ള മൂല്യങ്ങൾ, അത് മൂല്യം സനാതനമാണെന്നും സാർവലൗകികവുമാണെന്ന് തീരുമാനിക്കുന്നതിൻ്റെ മാനദണ്ഡം എന്താണ്? മൂന്ന് കാലങ്ങളിലും നിലനിൽക്കുന്നത് ഏതാണ് എന്നുള്ള അന്വേഷണമാണ്. ഭൂത, വർത്തമാന, ഭാവികളിൽ കാലത്താൽ അബാധിതമായി കാലം കൊണ്ട് പരിവർത്തനമേൽക്കാതെ നിൽക്കുന്ന സത്യം എന്താണെന്ന് കണ്ടുപിടിക്കുന്നതാണ് സനാതന സത്യത്തിൻ്റെ അന്വേഷണത്തിൻ്റെ മാർഗം. അങ്ങനെ ചില തത്വങ്ങളുണ്ട്, മാറ്റമുണ്ടാകില്ല അതിനൊരിക്കലും. ഇപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം സഹിക്കണം, ഇതൊരു കാലത്ത് മാറ്റി പറയാൻ സാധ്യമല്ല. ഇത് ബുദ്ധൻ്റെ കാലത്തും അങ്ങനെയായിരുന്നു. ത്യാഗം വലിയ മൂല്യമാണ് ബുദ്ധൻ്റെ കാലത്ത്. ബുദ്ധൻ്റെ കാലത്തിന് നമുക്ക് ചരിത്രത്തിൻ്റെ അന്വേഷണത്തിന് ചെന്ന് എത്തിച്ചേരാവുന്ന ക്രോ-മാഗ്നോൺ മാൻ, കുരങ്ങനോട് സാദൃശ്യമുള്ള മനുഷ്യൻ്റെ കാലത്താണെങ്കിൽ തന്നെയും മനുഷ്യന് മസ്തിഷ്കം വളർന്നു വന്നാൽ അവൻ്റെ കുഞ്ഞിന് വേണ്ടി ത്യാഗം സഹിക്കും. ഇപ്പോൾ കാക്ക, പക്ഷികളൊക്കെ അവരുടെ വായ്ക്കകത്താണ് ഭക്ഷണം ശേഖരിച്ചു കൊണ്ടുവന്നിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത്. ഒരു നിമിഷം പോലും വേണ്ടത് വയറ്റിലേക്ക് പോകാൻ, പക്ഷേ വയറ്റിലേക്ക് പോകാതെ സൂക്ഷിക്കുകയാണ്. ഇതിനകത്തൊരു ത്യാഗമുണ്ട്. എന്തിനാണ് അങ്ങനെ സൂക്ഷിക്കുന്നത്? അപ്പോൾ ത്യാഗം ഒരു അസ്തിത്വത്തിൻ്റെ ഒരു പ്രശ്നമാണ്. ജീവിതത്തിൻ്റെ അസ്തിത്വത്തിൻ്റെ നിഷേധിക്കാനാവാത്ത അനിഷേധ്യമായ ഒരു പ്രശ്നമാണ് ത്യാഗം. അപ്പോൾ ത്യാഗമില്ലാതെ ജീവിതത്തിന് മുന്നോട്ട് പോകാൻ ഒക്കുകയില്ല. അപ്പോൾ ജീവജാലങ്ങളിൽ മുതൽ ഇങ്ങോട്ടുള്ള കാലത്തിൻ്റെ പ്രവാഹത്തിൽ മനുഷ്യൻ സംസ്കൃതിയുടെ അത്യുന്നതയിൽ എത്തിയിരിക്കുന്നു എന്ന കാലത്തും ത്യാഗത്തെ ആരും അനുഷ്ഠിക്കേണ്ടെന്ന് പറയില്ല. ത്യാഗാനുഷ്ഠാനത്തെ അഭിശംസിക്കുന്ന, ഇകഴ്ത്തുന്ന ഒരു ജീവിതഘട്ടം പ്രപഞ്ചത്തിൽ ഒരിക്കലും ഉണ്ടാകില്ല. അപ്പോൾ ഇത് ഭൂതകാലത്തിലും അങ്ങനെ ത്യാഗം ഒരു മൂലമായിരുന്നു, എല്ലാവരും അംഗീകരിച്ചിരുന്നു. വർത്തമാനകാലത്തും ത്യാഗത്തെ അംഗീകരിക്കും, ഭാവിയിലും ത്യാഗത്തെ അംഗീകരിക്കും എന്ന് പറയുമ്പോൾ അത് സനാതന മൂല്യമായി. ഇതാരും നിഷേധിക്കില്ല. ഇനി ദേശമനുസരിച്ചും ഇത് നിഷേധിക്കില്ല. ത്യാഗം ചെയ്യുന്നത് കേരളത്തിൽ മാത്രമല്ല ഉത്തമമാണെന്ന് പറയും, തമിഴ്നാട്ടിലും അങ്ങനെ തന്നെ പറയും, ഹിമാചൽ പ്രദേശിലും അങ്ങനെ തന്നെ പറയും, സിലോണിലും അങ്ങനെ തന്നെ പറയും. അപ്പോൾ അത് കാലദേശ നിമിത്ത വ്യക്തി പരിധികളാൽ അബാധിതമാണ്. അങ്ങനെ വരുന്നതിനെയാണ് സനാതന മൂല്യം എന്ന് പറയുന്നത്.